പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായും മുങ്ങി. ഈ മാസം ഇത് രണ്ടാം തവണയാണ് ക്ഷേത്രം മുങ്ങുന്നത്. അരുൺ ശങ്കറുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. എന്താണ് ക്ഷേത്രത്തിലെ നിലവിലെ അവസ്ഥ? പൂർണ്ണമായും മുങ്ങിയോ? അവിടുത്തെ മറ്റ് പൂജാ കർമ്മങ്ങൾ, അവിടെ എത്തുന്ന ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ? ആലുവ ശിവക്ഷേത്രം ഈ മാസം ഇത് രണ്ടാം തവണയാണ് മുങ്ങുന്നത്. ഈ മാസം 16-ാം തീയതി ആദ്യം മുങ്ങിയിരുന്നു. ഇന്നലെ ശക്തമായ മഴ ആലുവ പ്രദേശത്ത് പെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ അണക്കെട്ടുകൾ തുറന്നു വിട്ടതും ആലുവ ശിവക്ഷേത്രം മുങ്ങുന്നതിന് കാരണമായി. അവിടുത്തെ നിത്യചടങ്ങുകളായ ബലിതർപ്പണത്തിനെയൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ട്. നദി കരകവിഞ്ഞൊഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബലിതർപ്പണമൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് നടത്തുന്നത്. എന്തായാലും ഇത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുകയാണെങ്കിൽ മറ്റു തരത്തിൽ, അതായത് ഇതൊരു ആറാട്ടാണ്, ശിവന്റെ ആറാട്ടാണ് നടക്കുന്നത് എന്നതാണ് ഭക്തജനങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആറാട്ട് നടന്നു കഴിഞ്ഞാൽ ഇതിന് തുടർച്ചയായിട്ട് ആറാട്ട് സദ്യയൊക്കെ വിശ്വാസികൾ നടത്തുന്നുണ്ട്. എന്തായാലും എറണാകുളത്ത് ശക്തമായ മഴ തന്നെ പെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കുട്ടികളെയും കൊണ്ടൊക്കെ സ്കൂൾ ബസ്സുകൾ പോകുന്നത്. വളരെ പ്രയാസപ്പെട്ടാണ് കുട്ടികളെ സ്കൂൾ ബസ്സിലേക്ക് രക്ഷകർത്താക്കൾ കയറ്റിവിടുന്നത്. ഇപ്പോൾ മഴ മാത്രമല്ല, ഇടിയും മിന്നലും കൂടി അതിന് അകമ്പടിയുണ്ട്. വളരെ രാവിലെ തന്നെ എല്ലാവരും ഓഫീസിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും ഒക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ ബസ്സുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ അതിലേക്ക് കുട്ടികളെ കൊണ്ടുവിടാനായിട്ടുള്ള പ്രയാസങ്ങൾ രക്ഷകർത്താക്കൾ നേരിടുന്നുണ്ട്.